ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ സെലക്ട് ചെയ്യുക. ഒപ്പം ഷെയർ, ലൈക്ക്. ഒരു ഭക്ഷണം അല്ലെങ്കിൽ ബ്രാഹ്മണന് കഴിക്കാൻ ഒരു ഭക്ഷണം, ഭക്ഷണത്തിൽ തന്നെ അവിടെ വ്യത്യസ്തതയുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ആനന്ദഭവൻ വെജിറ്റേറിയൻ ഹോട്ടലാണ്, വെജിറ്റേറിയൻ കഴിക്കാൻ സൗകര്യമുള്ള കയറിയ പോരെ. ഹലാൽ ചിക്കൻ എഴുതി വെച്ചിട്ടുണ്ട്, ഹലാൽ കഴിക്കാൻ താല്പര്യമുള്ളവൻ കയറിയാ പോരെ. എന്തിനാ അങ്ങോട്ട് തള്ളിക്കയറുന്നത്? അവിടെ കയറി തിന്നിട്ട് ആ തീറ്റയെ മാറി നിന്നുകൊണ്ട് ന്യായീകരിക്കുന്നത് എന്തിനാ? ഭക്ഷണത്തിലാണോ ലവ് ജിഹാദ് ഉള്ളത്? അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുള്ളത്? എന്തെങ്കിലും ഞാനതാണ് സൂചിപ്പിച്ചത്. ഇപ്പോ ചില വീരന്മാര് പാലയില് അവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്നാണ് പ്രത്യക്ഷമായ ഒരു സമരവുമായി വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു പത്രസമ്മേളനം തന്നെ നടത്തിയത്. ഞങ്ങളുടെ പേരില് ഇന്ന് പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നിരിക്കുന്നു, പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഇതാ STPയുടെ മാർച്ച്. STP അങ്ങനെ ഒരു മാർച്ച് നടത്തിയിട്ടില്ലല്ലോ. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഉടനെ തന്നെ ഏത് പുള്ളയ്ക്കും തന്തയാവണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എവിടെ എന്ത് നടന്നാലും അതിനൊക്കെ ഉത്തരവാദിത്വം STP പറയണോ? അവിടെ ഞാൻ അവിടുത്തെ അത് നടത്തിയ ആളുകളെടുത്ത് ചില മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ യാത്ര നടത്തിയത്, ഈ പ്രതിഷേധം നടത്തിയത്? ഞങ്ങള് പാലാ ടൗണിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയതാ. പക്ഷെ അത് പത്രക്കാരും BJPക്കാരും RSSകാരും വ്യാഖ്യാനിച്ചു, പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഇതാ STPയുടെ മാർച്ച് വരുന്നു. അത് വളരെ പെട്ടെന്ന് യുദ്ധസന്നാഹമായ രീതിയിൽ RSSന്റെ BJPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുദ്ധവീരാളികൾ ഇതാ പ്രതിരോധ രംഗത്ത് വരുന്നു. ഇത് വളരെ കണക്റ്റഡ് അല്ലേ? ഒരു സമരം കോട്ടയം ജില്ലയില് ഒരു ബൈബിൾ ഉയർത്തിക്കൊണ്ട് തെരുവിൽ നിന്നുകൊണ്ട് ബൈബിൾ പ്രഘോഷണം നടത്തിയ ഒരു പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ അദ്ദേഹത്തിനെ പിടിച്ചു തള്ളി, ആ ബൈബിള് വലിച്ചെറിഞ്ഞുകൊണ്ട് പിടിച്ചു തള്ളി പോലീസിനെ ഏൽപ്പിക്കുന്നു. ആരാണ്? BJPയുടെ RSSന്റെ നേതാക്കന്മാര്. അതേ ആളുകൾ തന്നെയാണ് പാലാ ബിഷപ്പ് ഹൗസിന് സംരക്ഷണം കൊടുക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ വേട്ടക്കാരന്റെ ഒപ്പം ഓടുകയും വേട്ടക്കാരനെ ആക്രമിക്കുകയും ഞങ്ങൾ നിങ്ങളോടൊപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരനോടൊപ്പം നിന്നുകൊണ്ട് അവരെ ഇരകളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് RSS തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2-3 വർഷം കൂടി കഴിഞ്ഞാൽ, നേരത്തെ ഇവിടെ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി സൂചിപ്പിച്ചു, RSSന്റെ സൈദ്ധാന്തിക പുസ്തകത്തിൽ പറയുന്ന 100 വർഷം പൂർത്തിയാകുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടാവരുത്, ഇവിടെ മുസ്ലിം ഉണ്ടാവരുത്, ഇവിടെ കമ്മ്യൂണിസം ഉണ്ടാവരുത് എന്ന അടിസ്ഥാനപരമായ ചിന്ത വിചാരധാരയിൽ നിന്ന് കീറിയെടുത്തുകൊണ്ട് 2-3 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയില് ഇതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ, ഇപ്പോ എറണാകുളം ജില്ലയില് 4-5 സ്ഥലങ്ങളില് പോലീസ് റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോ ചില ആളുകളുടെയൊക്കെ വീടുകളിൽ നിന്ന് തോക്ക് കണ്ടെടുക്കുന്നു. അത് പോലീസ് അന്വേഷിക്കുമ്പോഴേ അത് കളിത്തോക്കായി മാറുന്നു, എയർഗണ്ണായി മാറുന്നു. പക്ഷെ ഇവര് തന്നെയാണ് ചില ജാഥകളുടെ മുമ്പിൽ തോക്കുമായിട്ട് ആക്രമിക്കാൻ വന്നത്. ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ RSSന്റെ ആസൂത്രിതമായ, BJPയുടെ ആസൂത്രിതമായ 2 മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചുകൊണ്ട് അതിന്റെ ചോര കുടിച്ച് തടിച്ചു കൊഴുത്തു വീർത്തുകൊണ്ട് രാജ്യം സ്വന്തമാക്കാമെന്നുള്ള താല്പര്യം, ആ താല്പര്യത്തിന് വേണ്ടിയുള്ള 2-3 വർഷങ്ങൾക്കുള്ളിൽ അത് നടപ്പിലാക്കണം. അതിനു വേണ്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് ഒരു സമുദായ സ്പർദ്ധയ്ക്ക് കാരണമാകുന്ന രീതിയിൽ പ്രസംഗിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസ്റ്റർ വന്നാൽ 153A പ്രകാരം കേസെടുക്കണം. അത് പോലീസിന്റെ വിവേചനാധികാരമാണ്. സ്റ്റേഷൻ ജാമ്യം കൊടുക്കണോ, കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കിയാൽ റിമാൻഡ് ചെയ്യപ്പെടും. പക്ഷേ പോലീസിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത്
പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിടണമെങ്കിൽ വിടാം, അങ്ങനെ വിട്ടിട്ടുണ്ടല്ലോ. ശശികലയെ പോലെയുള്ള ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർക്കെതിരെ കേസെടുത്ത് വിട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രി പാലാ ബിഷപ്പ് ഹൗസിൽ ചെന്ന് സന്ദർശനം നടത്തിയിട്ട് ഈ വിഷയമൊക്കെ അവസാനിച്ചു എന്ന് പറയുമ്പോ, ഇത് അടഞ്ഞു എന്ന് പറയുമ്പോ, ഒരു പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആ പ്രതിയാകപ്പെടേണ്ട ആള് ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ആളെ ഗവൺമെന്റിന്റെ പ്രതിനിധി കാണുന്നത് ഭരണഘടനാ ലംഘനമാണ്. കോട്ടയത്തു നിന്നുള്ള ഏറ്റുമാനൂരിനെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിന്റെ മന്ത്രി, വാസവൻ മന്ത്രി, ഭരണഘടനാ ലംഘനമാണ് നടത്തിയത്. പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കി അല്ലെങ്കിൽ കേസെടുക്കുമെന്ന് പറയാൻ നട്ടെല്ല് വേണം. അതുണ്ടായില്ല. തന്നെയുമല്ല, പ്രതിഷേധിക്കുന്നവരൊക്കെ വർഗീയവാദികൾ, തീവ്രവാദികളാണ് എന്നാണ് മതമില്ലാത്ത, ജാതിയില്ലാത്ത, അല്ലെങ്കിൽ ഒരു വിധത്തിലും ഞങ്ങൾ മതത്തിന്റെ കൂടെ അല്ല എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി വിജയരാഘവൻ അദ്ദേഹം പറയുന്നു, പ്രതിഷേധിക്കുന്നവരൊക്കെ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്. അപ്പോൾ ഒന്ന് ഗവൺമെന്റിന്റെ സഹായം, രണ്ട് പാർട്ടിയുടെ സഹായം. ആർക്ക്? 153A പ്രകാരം കേസെടുക്കേണ്ട ഒരാൾക്കെതിരെ. ഇതിനെ ചൂടുപിടിച്ചുകൊണ്ട് ആണ് റോയി കണ്ണംചിറ, ഫാദർ റോയി കണ്ണംചിറ, CMI വൈദികനാണ്. അദ്ദേഹം ഈഴവ സമുദായത്തിൽ നിന്ന് ചെറുപ്പക്കാർ ഇതാ ക്രിസ്ത്യാനി പെണ്ണുപിള്ളേരെ അടിച്ചുകൊണ്ടു പോണു. വെള്ളാപ്പള്ളി നടേശം വാതർന്നതോടുകൂടി മുട്ടുമടക്കി സാഷ്ടാംഗ പ്രമാണം നടത്തി പിൻവലിച്ചു. അവിടെ ഈഴവ സമുദായത്തിനെതിരെ പറഞ്ഞപ്പോൾ, അത് പ്രതിരോധിച്ചപ്പോൾ, അത് തീവ്രവാദിയല്ല, അത് ഭീകരതയായില്ല, അത് പിൻവലിക്കാൻ തയ്യാറായി. പക്ഷെ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പിതാവ് പറഞ്ഞിരിക്കുന്നത് കോടതിയെ ലക്ഷ്യമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്ന് പറയുമ്പോ ഇനി അതിന് ന്യായീകരണം പറയുന്നത് റിട്ടയർ ചെയ്ത DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു, തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെന്ററാണ് കേരളമെന്നാണ്. അങ്ങനെയാണ് പിന്നെ എന്ത് കാര്യത്തിനാണ് റിട്ടയർ ചെയ്ത DGP ലോക്നാഥ് ബെഹ്റ IPS-കാരൻ ഇവിടെ പോലീസ് ആസ്ഥാനത്ത് DGP ആയിട്ട് ഇരുന്നത്? എന്തിനാ? നടപടി സ്വീകരിക്കണ്ടേ? റിട്ടയർ ചെയ്ത് മാറി നിന്നിട്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നത്, സ്ലീപ്പിംഗ് കേന്ദ്രമാണ്, തീവ്രവാദികളുടെ കേന്ദ്രമാണെന്നൊക്കെ പറയുന്നത്, അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ട് എന്നറിഞ്ഞാൽ, ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ നർക്കോട്ടിക് ലവ് ജിഹാദ് ഉണ്ട്, മയക്കുമരുന്ന് കേന്ദ്രങ്ങളുണ്ട്, മതം മാറ്റ കേന്ദ്രങ്ങളുണ്ട്, എന്തുകൊണ്ട് പ്രിയപ്പെട്ട പിതാവെ താങ്കൾ വേണ്ടപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചില്ല? KM മാണി സാറിനെ മാണി എന്ന് വിളിക്കാനുള്ള അവകാശമുള്ള, ജോസ് കെ മാണിനെ ജോമോനെ എന്ന് വിളിക്കാൻ അവകാശമുള്ള എന്റെ കല്ലറങ്ങാട്ട് പിതാവിന് ഈ പറഞ്ഞ ഈ ആരോപണം ഉത്തരവാദപ്പെട്ട അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാതിരുന്നത്? മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്തിക്കേണ്ടതുപോലെ എത്തിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനും എന്താണ് ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ കേൾക്കുന്നതെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് അവസാനിപ്പിച്ച് ഒരു നിയമ നടപടിയും എടുക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞതെന്താ? നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി വന്നാൽ തയ്യാറാകുമെന്നായി, എടുക്കേണ്ടി വരും. പിണറായി വിജയൻ ആദ്യത്തെ പേടി എന്താണെന്ന് വെച്ചാൽ, ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ഭരണത്തിൽ 10 വോട്ട് കിട്ടി ഭരിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു. ഈ ഭരണം പണ്ട് വിമോചന സമരമൊക്കെ ഉണ്ടായ കാലഘട്ടമൊക്കെ പിണറായി വിജയൻ ഇപ്പോ ഓർമ്മ വന്നു കാണും. അതാണ് സഭ. ആ സഭയുടെ ശക്തി, സഭയുടെ വോട്ട് ബാങ്ക്, സഭയുടെ ആളുകളായിട്ടുള്ളവരുടെ ഭരണകേന്ദ്രത്തിലെ സ്വാധീനം
ആ സ്വാധീനമുള്ളത് കൊണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേര പോലും തെറിക്കുമെന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കാൻ തയ്യാറാവാഞ്ഞത്. കേസെന്ന് മാത്രമല്ല, അതില്ല എന്ന് പറയാൻ പോലും, ഇനി അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനല്ലേ? ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഉണ്ടെങ്കിൽ അത് പ്രത്യേക ഒരു അന്വേഷണ ഏജൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ. അത് ഉണ്ടോ ഇല്ലയോ എന്ന് പറയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം, ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ? ഗവൺമെന്റ് അത് പറയണം, അത് അന്വേഷിക്കട്ടെ. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉചിതമായ നടപടി എടുക്കട്ടെ. ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വിഭാഗീയത, ഇത് ചെറിയ വിഭാഗീയതയൊന്നുമല്ല. കേരളത്തില് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ പല സ്ഥലത്തും ഇന്ന് സംഘർഷഭരിതമാണ്. ഞാൻ പറഞ്ഞത് റോഡിലെന്നല്ല, മാനസികമായി ഇന്ന് പലരും മിണ്ടാൻ ഭയപ്പെടുന്നു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന സൗഹൃദം നഷ്ടപ്പെടുത്തുന്നു. ഇതൊന്നുമല്ല, ഗൾഫില് യൂറോപ്യൻ കൺട്രിയിലുമൊക്കെ ഉള്ള ഒരുപാട് മലയാളികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഇന്ന് ആശങ്കയിലാണ്. ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പിടി ആളുകൾ അവര് ജോലിയിൽ നിന്ന് വിരിച്ചിടുന്നു, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇതൊക്കെ ഒരു പ്രസംഗത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഇതിന്റെ വീണ്ടും വിചാരം ഗൗരവബോധത്തോടെ പറയാതെ ഇപ്പോഴും ചില ആളുകള് കേരളത്തിലെ പൊതുജനങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കബളിപ്പിക്കുകയാണ്. ഞാൻ ഇത് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു സീറോ മലബാർ സഭയുടെ ചില ബഹുമാനികളായിട്ടുള്ള ചില ബിഷപ്പുമാരും കൂടിയെടുത്ത തീരുമാനം, അവിടെ സീറോ മലബാർ സഭയുടെ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഒരു പ്രസ് റിലീസാണ്. ആ പ്രസ് റിലീസില് പറയുന്നത് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് 2021 സെപ്റ്റംബർ മാസം 8-ാം തീയതി കുറവിലങ്ങാട് പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യേ നടത്തിയ, ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അപ്പൊ അവിടെ സമ്മതിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് സഭയുടേതായിട്ടുള്ള സഭ കൂടെയാണെന്നാണ്. സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ എന്ന് പറയുന്നത് കാർഡിനൽ പാറേക്കാട്ടിൽ ജോർജ് ആലഞ്ചേരി പിതാവാണ്. ജോർജ് ആലഞ്ചേരി പിതാവിന്റെ അധ്യക്ഷതയിലല്ലാതെ കൂടിയിട്ട് ഇത് സഭയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭയുടെ തീരുമാനമാണ് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. സീറോ മലബാർ സഭയിൽപ്പെട്ട കുറച്ചധികം മതമേലധ്യക്ഷന്മാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിലിവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ ആർച്ച് ബിഷപ്പ് മാർ പോളി കണ്ണൂർക്കാടൻ, മാർ റെമിജോസ് ഇഞ്ചനാനിക്കൽ, മാർ ജോസഫ് പുളിക്കൽ, മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ, മാർ തോമസ് തറയിൽ, ഇത്രയും ബിഷപ്പുമാര് മാത്രമാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് സഭയുടെ ഔദ്യോഗികതയാകുന്നത്? സീറോ മലബാർ സഭയുടെ പരമാധികാരമുള്ള കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് പങ്കെടുക്കാതെ, അദ്ദേഹത്തിന് പ്രസ്താവനയില്ലാതെ, അദ്ദേഹത്തിന്റെ കയ്യൊപ്പില്ലാതെ ഒരു പ്രസ്താവന വന്നാൽ ഇതെങ്ങനെയാണ് അംഗീകരിക്കുക? ഇതൊരു തീരുമാനമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ എതിർപ്പുകളുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. എല്ലാവരും ഇവരോടൊപ്പമല്ല. സീറോ മലബാർ സഭ മുഴുവനാണെന്നാണ് പറയുന്നത്, അല്ല എന്നുള്ളതാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു അകൽച്ച ഇനിയും പറയുന്നത് ഇനി തീർന്നിട്ടില്ല എന്നാണ്. ഇനിയുമുണ്ട്. സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നു മുസ്ലിങ്ങൾ. അവര് ഭൂമി ജിഹാദ്, മാധ്യമ ജിഹാദ്, കലാ സാംസ്കാരിക മേഖലയിലെ ജിഹാദ്, ഇങ്ങനെ 25ഓളം ജിഹാദുകൾ ഉണ്ടെന്നാണ് വേറൊരു വൈദികൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. എന്താണെങ്കിലും എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയുന്നത്, ദീപിക പത്രം, കേരളത്തിലെ മുത്തശ്ശി പത്രം, സീറോ മലബാർ സഭയുടെ കത്തോലിക്കരുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു പത്രമാണ് ദീപിക. അതിൽ തന്നെ ഏറ്റവും
പ്രധാനപ്പെട്ട ആളുകൾ അതിനകത്ത് കൈകാര്യം ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ ആളുകളാണ്. സീറോ മലബാർ സഭ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ദീപിക പത്രം വിറ്റതാർക്ക ഫാരിസ് അബൂബക്കർ. ഫാരിസ് അബൂബക്കർ ആരാ? ഇപ്പോ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള അറക്കൽ പിതാവ്, അദ്ദേഹം ഈ മാധ്യമ മേഖലയുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തം കൈകാര്യം ചെയ്തിരുന്ന സമയത്താണിത് ഫാരിസ് അബൂബക്കറിന് വിൽക്കുന്നത്. സഭയിലെ വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്നാണ് ഇത് തിരിച്ചു പിടിച്ചപ്പോൾ ഫാരിസ് അബൂബക്കർ പറഞ്ഞത്, എനിക്ക് വിറ്റ കെട്ടിടങ്ങളും സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും പകുതി ഞാൻ എടുക്കും, പകുതി തിരിച്ചു തരാം, പക്ഷെ ഞാൻ തന്ന കാശ് തിരിച്ചു തരണം. ആ പണം എവിടുന്നാ ഉണ്ടായത്? ഇവിടെയുള്ള ക്രിസ്ത്യാനികളിൽ നിന്ന്, ക്രിസ്ത്യാനിയായിട്ടുള്ള വിശ്വാസികളിൽ നിന്ന്, അവരുടെ മഠങ്ങളിൽ നിന്ന് തുടങ്ങി ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിൽ പിരിവെടുത്തിട്ടാണ് ആ പണം കൊടുത്തത്. എന്നിട്ട് ഇവര് പറയുന്നതോ സൗഹൃദങ്ങളും ഭൂമി കച്ചവടങ്ങൾ, എറണാകുളം അങ്കമാലി രൂപതയുടെ സ്ഥലങ്ങൾ വിറ്റത്. ഞാൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് പോകുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ഈ പ്രസ്താവന വളരെ ദൗർഭാഗ്യകരമാണ്, നിർഭാഗ്യകരമാണ്. ഇത് പിൻവലിക്കാൻ അദ്ദേഹം കല്ലറങ്ങാട്ട് പിതാവ് തയ്യാറാകുകയും ക്രൈസ്തവ മുസ്ലിം സൗഹാർദ്ദം തകർക്കാനുള്ള ഈ പ്രവണത, അതിനിപ്പോ ന്യായീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപി വരുന്നു, BJP വരുന്നു, RSS വരുന്നു, പലരും വരുന്നു. അവരുടെ ഉദ്ദേശം ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. 100 വർഷമാകുമ്പോൾ താങ്കൾ എന്താഗ്രഹിക്കുന്നു? ഇവിടെ 51% മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യയാണ്, ഭൂരിപക്ഷമാണ്. അതൊന്ന് കവർ ചെയ്യണമെങ്കിൽ ഇതുപോലെ വിഘടിപ്പിക്കണം. മലയാളത്തിൽ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് തമ്മിലടിപ്പിച്ചുകൊണ്ട് നേട്ടം കൊയ്യണം, അല്ലെങ്കിൽ കുളം കലക്കി മീൻ പിടിക്കണം, ഇങ്ങനെയുള്ള ചില ചിന്താഗതികളുമായിട്ടുള്ള ഹിഡൻ അജണ്ടയുമായി പോകുന്നു. ഈ ഹിഡൻ അജണ്ട RSS നടപ്പിലാക്കുമ്പോൾ വിചാരധാരയിൽ എന്തു പറയുന്നു അതാണ് താങ്കൾക്ക് നടപ്പിലാക്കാനുള്ളത്. അതിന്റെ ഭാഗമായി ഇതാ ഞങ്ങൾ തുടങ്ങി വെച്ചത് ചില മേഖലകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്, മുളവിട്ടിട്ടുണ്ട്. അതിപ്പോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇത് പരസ്യമായി ഒരു ഏറ്റുമുട്ടലിനുള്ള ഒരു സാഹചര്യമായിരിക്കുന്നു. പക്ഷേ ഈ പ്രസ്താവന എതിർത്തുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തില്, സീറോ മലബാർ സഭയില്, കത്തോലിക്ക വിശ്വാസികളില് പല നേതാക്കന്മാരും സഭാ അധികാരികളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, നമ്മുടെ നാട്ടിലെ സൗഹൃദം തകരും. ഈ തകർച്ചയുണ്ടാവാതിരിക്കാൻ എന്തു പറഞ്ഞാലും, ആരെല്ലാം എവിടെ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായാലും മുഖ്യമന്ത്രി, ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കണം. ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥ മാറി കേരളത്തിലെ സമാധാന അന്തരീക്ഷം പുലകുന്ന സാഹചര്യം സൃഷ്ടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ്